ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിന്ന്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മമ്മൂക്കയുടെ പുതിയ സിനിമകളെക്കുറിച്ചുള്ളൊരു ചെറിയൊരു എന്താ പറയുക, പുതിയ സിനിമകളെക്കുറിച്ചുള്ളൊരു അവലോകനം തരാനാണ് വന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്ന സിനിമകളെല്ലാം. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള സിനിമ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് നല്ല രീതിയിൽ തന്നെ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല നഗരങ്ങളിലെ തിയേറ്ററിലൊക്കെ ഇപ്പോഴും നല്ല ആളുണ്ട്. ലോക്കൽ ഏരിയകളിൽ മാത്രമാണ് ഇത്തിരി തിരക്ക് കുറവുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമ 25 കോടിക്ക് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ മനം നൊന്ത് പലരും നടക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, സിനിമ എന്തായാലും വമ്പൻ വിജയം കൈവരിച്ച് കഴിഞ്ഞു. അടുത്ത സിനിമകളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത സിനിമ ബസൂക്ക. ഗംഭീര പേര് മാത്രമല്ല, ഗംഭീര ലുക്ക് ആണ് മമ്മൂക്കയ്ക്ക് ആ സിനിമയിൽ. ബസൂക്കയുടെ ട്രെയിലറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഗംഭീരമായിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം ഞാൻ ചോദിച്ചിട്ടില്ല, കുറച്ച് നാൾക്ക് മുമ്പ് ചോദിച്ചിരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഗംഭീര സിനിമയാണെന്നാണ് അദ്ദേഹം. ഒരു വെറൈറ്റി സിനിമയാണത്. ഒരു ഗെയിമിങ് സംഭവമാണ്. നമ്മുടെ മനസ്സിൻ്റെ ഒരു ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ, മൈൻഡ് ഗെയിമിങ്, അങ്ങനത്തെ ഒരു പ്രത്യേക തീമാണത്. അത് ഇതുവരെ മലയാള സിനിമയിൽ വരാത്തൊരു തീമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ ഈ സിനിമയിൽ നല്ലൊരു റോള് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ബസൂക്ക എന്ന സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വെറൈറ്റി സിനിമയാണെന്നാണ്. മാത്രമല്ല മമ്മൂക്കയുടെ ലുക്കും അത് തിയേറ്ററിലൊക്കെ അടിപൊളിയായിരിക്കും പറയുന്നത്. തിയേറ്ററിൽ തന്നെ കാണാനുള്ള ഒരു അടിപൊളി ട്രീറ്റ് ആയിരിക്കുന്നതാണ്, വിഷ്വൽ ട്രീറ്റ് ആയിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ അത് വരുന്നത് ഡേറ്റ് ഫെബ്രുവരി 14 പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് അറിയില്ല. അടുത്തതായിട്ട് നമുക്കറിയാം ജിതിൻ കെ ജോസിൻ്റെ സിനിമയാണ് മമ്മൂട്ടി വിനായകൻ നായകനും മമ്മൂട്ടി വില്ലനും ആയിട്ട് വരുന്ന സിനിമയാണ്. നമുക്ക് ഈ സിനിമയെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. നമ്മളിങ്ങനെ ചോർന്നൊരു വിഷയമാണ്. ശരിക്കും അവർ സിനിമക്കാരെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കേട്ട സംഭവം എന്താണെങ്കിൽ സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞിട്ടൊരു കുറ്റവാളി ഉണ്ടായിരുന്നു. ആളുകളെ സൈനൈഡൊക്കെ കൊടുത്ത് കൊല്ലുന്ന തമിഴ്നാട്ടുകാരനായ ഒരു വ്യക്തിയുടെ കഥയാണ്. അതിൽ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ സൈനൈഡ് മോഹനായിട്ടൊരു വില്ലൻ കഥാപാത്രമാണ്. ആളുകളൊക്കെ സൈനൈഡ് കൊടുത്ത് കൊല്ലുന്ന ഒരു പ്രത്യേക കഥാപാത്രം, വെറൈറ്റി കഥാപാത്രമാണ് മമ്മൂക്കയുടെ ജീവിതത്തിൽ. മറ്റുള്ള നടന്മാരൊക്കെ സ്ഥിരമായ ഒരേ വേഷങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2ാം ഭാഗം 3ാം ഭാഗം 4ാം ഭാഗം അഭിനയിക്കും. മമ്മൂക്ക വെറൈറ്റിയുള്ള സിനിമകളിലെ പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതുമ എന്താണ്, അതിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ വില്ലനായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തമിഴൻ ഒറിജിനായിട്ട് തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവം ആസ്പദമാക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ്. തമിഴ് പേര് തന്നെയായിരിക്കുന്നതാണ് പറയുന്നത്. ഈ സിനിമയുടെ പേരും അത് തമിഴ്നാട്ടിലും കേരളത്തിലും ഈ സിനിമയ്ക്ക് നല്ല സ്കോപ്പ് ഉണ്ടായിരിക്കും. അതാണ് ജിതിൻ കെ ജോസിൻ്റെ ഈ സിനിമ. അതിനുശേഷം വരാൻ പോകുന്ന സിനിമകൾ, ഒന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ MN മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ, നയൻതാര, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ ഇവരൊക്കെ അഭിനയിക്കുന്ന ഗംഭീര സിനിമ. ആ സിനിമ ഏകദേശം ഒരു 70% ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അതിഗംഭീര സിനിമയാവുന്നതാണ് അതിൻ്റെ പുറത്തുനിന്നുള്ള അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിഗംഭീരമാവുന്നതാണ്. അപ്പോൾ ആ സിനിമ അങ്ങനെ. ഇനി അടുത്ത സിനിമ ടിനു പാപ്പച്ചൻ. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു സംവിധായകനാണ്. അജഗജാന്തരം എന്ന സിനിമ ഞാൻ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അജഗജാന്തരം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സിനിമയാണ്. ആ സിനിമയുടെ സംവിധായകൻ. അതിന് ശേഷം ചെയ്തവർ ഒരു സിനിമ ഒന്നുമില്ല, പെട്ടെന്ന് ചാവേർ എന്ന സിനിമ കുഴപ്പമില്ല, വലിയ പ്രതീക്ഷയ്ക്കായി നമ്മൾ കണ്ടതാണ്. പക്ഷെ അങ്ങോട്ട് മുഴുവനായിട്ട് അത് ക്ലിക്കായില്ല. എങ്കിലും നല്ല സിനിമ തന്നെയായിരുന്നു അത്. ആ ടിനു പാപ്പച്ചൻ്റെ സിനിമ. ഇതിൻ്റെ ഇടയിൽ മോഹൻലാൽ ടിനു പാപ്പച്ചൻ്റെ സിനിമയിൽ ആദ്യം വരുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൺഫേം ആയതിപ്പോൾ മമ്മൂക്കയുടെ സിനിമയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. എന്തായാലും ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന സിനിമ. ടിനു പാപ്പച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അസോസിയേറ്റാണ്. എല്ലാ സിനിമകളും അദ്ദേഹം, അങ്കമാലി ഡയറീസ് ആയാലും എല്ലാ സിനിമകളും അദ്ദേഹം തന്നെയാണ് അസോസിയേറ്റ് ഡയറക്ടർ. മലൈക്കോട്ടെ വാലിബനടക്കം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ തള്ള് മാത്രം
നടന്നില്ല എന്ന് പറഞ്ഞു. ടിനു പാപ്പച്ചൻ പറഞ്ഞത് വാലിബൻ എന്ന തിയേറ്റർ സിനിമ ഉള്ളിൽ നടക്കുമ്പോൾ പുറത്ത് ഭൂകമ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അതുമാത്രം പാളിപ്പോയി എന്ന് മാത്രം. എന്തായാലും ടിനു പാപ്പച്ചൻ്റെ സിനിമ നല്ലൊരു സിനിമയാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു സിനിമ അടിപൊളി ഇടി പെരുന്നാളായിട്ടൊരു സിനിമ വരാൻ പോകുന്നു പറഞ്ഞിട്ട് നിതീഷ് സഹദേവൻ്റെ സിനിമയാണ്. ഫാലിമി എന്ന സിനിമ നല്ല സിനിമയായിരുന്നു, ഞാൻ കണ്ട സിനിമയാണ്. ആ സിനിമ ഒരു കുടുംബ ചിത്രം പോലെയാണെങ്കിൽ ഈ സിനിമ ഇടി പെരുന്നാളാണ്. നിതീഷ് സഹദേവൻ, ചെറുപ്പക്കാരനായിട്ടുള്ള നിതീഷ് സഹദേവൻ്റെ ഒരു സിനിമയാണ് പിന്നെ അടുത്ത പ്രൊജക്റ്റായിട്ട് വരുന്നതാണ് എന്നാണ് നമുക്ക് ഇതുവരെയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെയും കുറേ സിനിമകൾ അണിയറയിൽ നിൽക്കുന്നു. ഏകദേശം അറിയാൻ കഴിഞ്ഞ സിനിമകൾ ഇതൊക്കെയാണ്. അപ്പോൾ മമ്മൂക്കയുടെ സിനിമകൾ എന്താ പറയുക, വലിയ ബഡ്ജറ്റ് സിനിമകളൊന്നുമല്ല. ഈ മഹേഷ് നാരായണ സിനിമ മാത്രം, അതിപ്പോൾ പിന്നെ മമ്മൂട്ടി മാത്രമല്ല, എല്ലാവരും കൂടിയുള്ള സിനിമയാണ്. ബാക്കിയുള്ള സിനിമകളൊന്നും വമ്പൻ ബഡ്ജറ്റല്ല, പക്ഷേ ഗംഭീര സിനിമകളാണ്. വെറൈറ്റി കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അതുമാത്രമാണ് നമുക്കും കൂടുതൽ താല്പര്യമുള്ളത്. വെറൈറ്റി ആവട്ടെ എല്ലാ കഥാപാത്രങ്ങളും, ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തിക്കൊണ്ട് അത് വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും വരുന്ന സിനിമകളായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസയുടെ തൃശ്ശൂർ.